എൻ്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, ഇന്നത്തെ എൻ്റെ ഈ ആരോഗ്യം ഒരിക്കലും ഒരു നിമിഷവും എൻ്റെ മനസ്സിനോട് പറഞ്ഞിട്ടില്ല അടുത്ത നിമിഷങ്ങളുടെ എൻ്റെ കഥ മരണത്തിന് വേണ്ടി ഒരുങ്ങാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് ലോകത്ത് പലരും മരണപ്പെട്ടു പോയത്. അവരാരും ചിന്തിച്ചിട്ടില്ല എൻ്റെ മരണത്തിലേക്കുള്ള യാത്രയാണത്. പക്ഷെ അവരൊക്കെ യാത്ര പോയിട്ടുണ്ട്. അവരാഗ്രഹിച്ചിട്ടല്ല, അവർ ചിന്തിച്ചിട്ടല്ല. ഒരുപക്ഷെ എൻ്റെ മനസ്സിങ്ങനെ വിചാരിക്കും, എനിക്ക് പ്രായം നോക്കിയാൽ 40ൻ്റെ ചുവടെയാണ്. 40 തികയാത്ത 4 മക്കളുള്ള എന്നെ എൻ്റെ റബ്ബിപ്പൊ കൊണ്ടുപോയാൽ എൻ്റെ 4 മക്കള് ഒരു യതീമായി പോകുമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയാണ്. എൻ്റെ മക്കൾ യതീമാകൂ എന്നുള്ള പേടി. അപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്നില്ലല്ലോ, 40 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് ജീവിക്കാൻ അവസരം തന്ന റബ്ബിന് എൻ്റെ ഖബറിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അമാലുകളിലേക്ക് നോക്കിയാൽ ഞാൻ യതീമാണോ എന്ന് ചിന്തിക്കാൻ എനിക്ക് അപ്പോഴും തോന്നിയില്ല. എൻ്റെ മക്കള് യതീമായി പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാനിങ്ങനെ മനസ്സറിഞ്ഞത് ആർക്കാണ്? പഠിച്ച റബ്ബേ, എനിക്ക് ദീർഘായുസ് തരണം, ആഫിയത്ത് തരണം. എൻ്റെ മക്കളെ നീ പെട്ടെന്ന് യതീമാക്കി കളയരുത് അല്ലാ. ഞങ്ങൾക്ക് നീ നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് ആമീൻ പറയും. അപ്പോഴും നമ്മളെ മനസ്സ് തോന്നുന്നില്ല, ഖബറിലേക്ക് എത്തുമ്പോൾ നമ്മൾ യതീമായി പോകുമോ? ഒരു നേരത്തെ നിസ്കാരം പോലും അള്ളാന്റെ അടുക്കൽ മഖബൂലാണ് എന്ന് പറയാൻ, ഒരൊറ്റ നേരത്തെ നിസ്കാരം പോലും പറയാനില്ലാത്ത നമ്മള് ഖബറിലെത്തുമ്പോ അമലിന്റെ വിഷയത്തിൽ യതീമാണെങ്കിൽ നമ്മളെക്കാളും വലിയ പരാജിതരാരായിരിക്കും? നമ്മളെക്കാൾ വലിയ നഷ്ടം സംഭവിച്ചവരാരായിരിക്കും? ഖബറിലെത്തിയിട്ട് നോക്കുമ്പോൾ ഒരൊറ്റ നിസ്കാരമില്ല, ഒരൊറ്റ നോമ്പില്ല, ഒരൊറ്റ സദക്കയില്ല, ഒരു നല്ല സന്തോഷത്തിൽ പുഞ്ചിരിച്ച പുഞ്ചിരിയില്ല, റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ചെയ്ത ഒരു സന്തോഷത്തിലുള്ള നോട്ടം പോലും ഇല്ലാതെ ഖബറിന്റെ ഉള്ളിലെത്തിയിട്ട് അമാലിന്റെ വിഷയത്തിൽ യതീമായി പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഒരൊറ്റ രാത്രി പോലും ഈ കാലയളവ് മുഴുവനും കഴിഞ്ഞു പോയിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ലല്ലോ. എൻ്റെ മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ വരുന്നത്, പഠിച്ചോനെ എൻ്റെ മക്കൾ യതീമായി പോകുമോന്നാ. പലരും യതീമായിട്ട് വളർന്നിട്ട് ലോകത്തറിയപ്പെട്ട വലിയ വലിയ മഹാന്മാരായിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായി വളർന്നിട്ട് ലോകത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സിട്ടിയായിട്ടാ ലോകത്തുള്ള വാഴ്ത്തിയത്. യതീമായതുകൊണ്ട് മക്കൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മളെ ടെൻഷൻ, നമ്മൾ മരിച്ച നമ്മളെ മക്കൾ യതീമാകും എന്നുള്ളതാ. നമ്മളെ യതീമത്തരത്തിനെ കുറിച്ച്, നമ്മളെ അമലുകളെ കുറിച്ച്, നമ്മളെ ആഖിറത്തെ കുറിച്ച് ചിന്തിച്ച് കണ്ണിൽ വെള്ളം നിറക്കാൻ പലപ്പോഴും കണ്ണിലെ കണ്ണുനീരിന് സമയം കിട്ടാറില്ല. നമ്മളെ ആഖിറത്തെ കുറിച്ച് ചിന്തിച്ച് കരയാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല.